ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ഡെയിലി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഏട്ടനിന്ന് എല്ലാ ഞായറാഴ്ചത്തെ പോലെ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കുന്നൊന്നും ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം സാധനമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് റവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവേൻ്റെ പുട്ട് ചൂടാൻ വിചാരിച്ചു. ഏട്ടന് ഉപ്പുമാവ് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റവേൻ്റെ പുട്ടുണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ റവേൻ്റെ പുട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഏട്ടന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് കുറച്ച് ഇഡ്ഡലീൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഇഡ്ഡലി ആക്കാൻ ഏട്ടന് കുറച്ച് ഈ ഒരു 2 പുട്ടറ്റാനാക്കി കൊടുക്കാൻ വിചാരിച്ചു. എന്താ അറിയില്ല, എനിക്ക് ഈ ഒരു ഗോതമ്പ് പൊടീൻ്റെ പുട്ടും അതേപോലെ തന്നെ ഈ ഒരു റവേൻ്റെ പുട്ടും കുഴയ്ക്കാൻ അറിയില്ല. ഞാൻ കുഴച്ചാൽ ഒന്നിക്ക് വെള്ളമായി പോവും, അല്ലെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാതെയായി പോവും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഏട്ടൻ കഴിക്കുകയില്ല. അങ്ങനെ എന്നാലും ഞാൻ ഇന്ന് വേറെ ഒന്നും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇഡ്ഡലിക്കാണെങ്കിലും ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഏട്ടന് റവേൻ്റെ പുട്ട് ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് കൊളായി പോവും. എന്തായാലും ഞാനത് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഇന്നും കുറച്ച് വെള്ളമൊക്കെ ആയി പോയിട്ട് അപ്പാടെ എന്താ പറയുക കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. വലിയ ഉരുള പോലെ ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരിയൊക്കെ കടിച്ചു തിന്നു, ബാക്കി അവിടെ തന്നെ ഇട്ടേച്ച് ഞാൻ ഒരു ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഇന്ന് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് വിടുന്ന കഴിക്കാം. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം വരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ഉണ്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒക്കെ അതിലേക്ക് നിറച്ച് വെക്കണം. പിന്നെ ഈ ഒരു സാധനമൊക്കെ വയ്ക്കുന്ന സ്റ്റോർ റൂമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ക്ലീൻ ആക്കണം. അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. പിന്നെ അലക്കിയ തുണിയുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മടക്കി വെക്കുന്നതിനെ കൊണ്ട് അത്രയും തുണികൾ മടക്കി വയ്ക്കാനുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇന്ന് പിന്നെ ചോറ് തിരക്കിട്ടാക്കണ്ട കേട്ടോ. ഉച്ചയ്ക്ക് വരുന്നതിനെ കൊണ്ട് അപ്പോഴത്തേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ചോറാക്കുള്ളൂ. ഇല്ലേ ചോറ് പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ചോറും കറിയൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇതിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോരോ സഞ്ചിയിലായിട്ടുള്ളത് എടുത്ത് മേശേമിൽ വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ആയിരുന്നു, അതായത് ശനിയാഴ്ച രാത്രിയായിരുന്നു ഞങ്ങൾ ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. ലൈനൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്, ക്യൂ ഉണ്ടാവും ഇടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച രാത്രി പോയി ഒരു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം സമ്മറൊക്കെ അതിനെക്കൊണ്ടില്ലേ ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ നച്ചുവിന് വീട്ടിൽ നിന്ന് ഇടുന്ന 2-3 ഇതൊക്കെ വാങ്ങിച്ചു. ട്രൗസറും അതേപോലെ തന്നെ പാൻറ്റും അങ്ങനെ കുറച്ചെണ്ണം വാങ്ങിച്ചു. 49 രൂപ ആ റേഞ്ചിലൊക്കെയാണ് അതിനൊക്കെ റേറ്റ് വരുന്നത്. 45 പിന്നെ 129 അങ്ങനെയൊക്കെ. പിന്നെ ഈ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അരിയും അതേപോലെ തന്നെ അങ്ങനെ കടല, ചെറുപയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പാത്രങ്ങൾ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, ഉണക്കി. അപ്പോൾ ഒക്കെ അതിലേക്ക് എടുത്തിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ പരിപ്പ് ഞങ്ങളില്ലേ ഈ ഒരു മസൂർ ഡാല വാങ്ങലും, മറ്റേതിപ്പം വാങ്ങാറേ ഇല്ല. മറ്റേന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഏതായാലും കണക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓറഞ്ച് കളറുള്ള ഇതാണ് വാങ്ങാറ്. അങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനുണ്ട്, കുളിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഏട്ടന് ചായ എടുത്ത് കൊടുക്കണം. ഇപ്പോൾ അത് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഏട്ടനങ്ങ് ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ഏട്ടൻ വരെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ബാക്കി എനിക്ക് പണികളൊക്കെ ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ മറ്റേ പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നച്ചുവിന് പാസ്തയും പിന്നെ നമ്മുടെ ഇതില്ലേ സേമിയോനെ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാം ഞാനൊരു എല്ലാ പാത്രത്തിലും ആക്കി ഫില്ലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്ത കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഇനി അതും കൂടെ എടുത്ത് വെക്കണം. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിക്ക് ഇപ്പം ഇവിടെ പൈസ കുറവാന്ന് തോന്നുന്നു. അപ്പം കുറച്ച് വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച്. ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരെ പൂജാമുറിയായിരുന്നു കേട്ടോ. അവരൊട്ടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇവിടെ തന്നെയുണ്ട്. അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ അവരവിടെ എന്തൊക്കെയോ ചിത്രമൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങളെക്കാട്ടും മുമ്പ് തന്നിട്ടുള്ള ആളത് അങ്ങനെ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പലും അതേപോലെ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറീൻ്റെ പരിപാടി. ഏട്ടനടുത്ത് സാമ്പാർ വയ്ക്കാൻ ഓർട്ട് പോയതാണ്. ഞാൻ ഏട്ടനടുത്ത് ആ സാമ്പാറൊക്കെ വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേങ്കിൽ വെണ്ടയ്ക്ക കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങുമ്പം വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം കൂടെ കായും പരിപ്പും കൂടെ കറി വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ മീനൊന്നും വാങ്ങിയിട്ടുണ്ട്. ഏട്ടന് രാവിലെ പോകേണ്ടതിനെ കൊണ്ട് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കായും
പരിപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ പയറിൻ്റെ ഉപ്പേരി ആക്കുക, പിന്നെ മാങ്ങേൻ്റെ അച്ചാർ ഇരിപ്പുണ്ട്, പിന്നെ കൊണ്ടാട്ടവും തൈരും അങ്ങനെയൊക്കെ ആക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പം ഈ പ്രാവശ്യം ആകെ 2 തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു തേങ്ങയ്ക്ക് അവിടെ 36 രൂപയാണ്. അപ്പോൾ 2 തേങ്ങ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു തേങ്ങ നല്ല തേങ്ങയായിരുന്നു, ഒരു തേങ്ങ ചീത്ത തേങ്ങ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരവ് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇത്തിരി തേങ്ങ ഇടാറുള്ളൂ. ആദ്യമൊക്കെ ഞാനില്ലേ തേങ്ങ കൊണ്ട് ഒരു ഉത്സവം തന്നെ നടത്തുമായിരുന്നു, കുറേ തേങ്ങ ഉപയോഗിക്കുമായിരുന്നേ. ഇപ്പം ഞാൻ ഇത്തിരി ഇടാറുണ്ട്. ചില ദിവസം തേങ്ങ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെ കറിയൊക്കെ ഒരുവിധം ആവാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയും കഴിഞ്ഞ്. ഏട്ടന് ഞാൻ മാങ്ങ ഒക്കെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, നല്ല ചൂടത്ത് വരുന്നതിനെ കൊണ്ട്. പിന്നെ ഏട്ടൻ KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു KFCയിൽ ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമായി കഴിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഒരു വട്ടം വാങ്ങിയപ്പം ഞങ്ങൾക്ക് എന്തോ തിന്നാനായില്ല, എന്താ അറിയില്ല. അപ്പം അന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുത്തു. പക്ഷേ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ചെറിയ പീസ് ആയതിനെക്കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നച്ചു ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു KFC കഴിക്കുന്നത്. അങ്ങനെ അതും കഴിച്ച് കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്നു. ഇവിടെ ഇപ്പം ഭയങ്കര കാറ്റാണ് കേട്ടോ. ജനലിന് ഇത്തിരി തന്നെ ജനലൊന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ കാറ്റിൻ്റെ സൗണ്ട് നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലത്തെ കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഏറ്റവും മുകളിലായതിനെ കൊണ്ടായിരിക്കും. അങ്ങനെ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ ഇപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. ഇവർക്ക് ഒത്തിരിയായി ഒന്നും കളിപ്പാട്ടൊന്നും വാങ്ങിക്കൊടുക്കാതെ. ഇവർക്ക് എപ്പോഴായി ബബിൾസിൻ്റെ സംഭവം മാത്രം മതി. അങ്ങനെ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്തതാണ് ഈ ഒരു റിമോട്ട് കാർ. പക്ഷേങ്കിൽ കുറച്ച് സമയം കഴിച്ചു, കുറച്ച് സമയം പിന്നെ അവൾ അവിടെ വിട്ടേച്ച്. അവൾക്കാണെങ്കിൽ ഈ ഒരു ബോൾ മാത്രം മതി. എവിടെ പോയാലും ബോൾ അല്ലെങ്കിൽ ബബിൾസ്, ഇത് രണ്ടും മാത്രം മതി. അങ്ങനെ ഏട്ടൻ കുറച്ച് സമയം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് കുറച്ച് സമയം ടെറസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സമയം അവളെ കൂടെ കളിച്ച് ബോൾ താഴോട്ട് പോയിട്ടോ. അങ്ങനെ ഏട്ടൻ പെട്ടെന്ന് തന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് താഴെ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പോയി അവിടെ റോട്ടിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടോ. അച്ഛനെ എവിടെയെങ്കിലും കളിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ നോക്കിയാൽ അച്ഛൻ്റെ സ്കൂൾ കാണാം കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു ടെറസിൽ നിന്ന് നോക്കിയാൽ അവിടെ ഇരിക്കുന്ന സ്കൂൾ കാണാം. അവിടെ അടുത്ത് തന്നെയാണ്, റോഡ് മുറിച്ചപ്പുറം കിടന്ന് ഇത്തിരി മുന്നോട്ട് പോയാൽ അവൾ സ്കൂളെത്തി. ഇന്ന് വെയിൽ നന്നേ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചൂടും കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ആദ്യം ഇവിടെ ഈ ഒരു ഗുജറാത്തിൽ വന്നപ്പം ഇവിടുത്തെ എവിടേക്കാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം വെറുതെ ബൈക്ക് എടുത്ത് ഇങ്ങനെ പോകുമ്പം ഒത്തിരി പേരിങ്ങനെ നടക്കുന്ന ഒരു ചിക്കുവിൻ്റെ തോട്ടമൊക്കെ, സപ്പോട്ടേൻ്റെ തോട്ടമൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ അങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങളൊക്കെ കളിക്കാനായിട്ടുള്ളൊരു പ്ലേസൊന്നും അല്ല. പക്ഷേങ്കിൽ അവിടെ ആരും അങ്ങനെ അധികം ആളുണ്ടാവില്ല. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു പുതിയ അമ്പലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല, കുറച്ച് മുന്നോട്ട് പോയാലുള്ളൊരു പുതിയൊരു അമ്പലം തുടങ്ങിയിട്ടുണ്ട്. അമ്പലവും ഈ അമ്പലത്തിൻ്റെ ആളെ വീടും അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ പശുവിൻ്റെ കുറേ പശുക്കളുണ്ട്. അതേപോലെ തന്നെ 2-3 കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. എന്തോ ഫാം പോലെയുണ്ട്, ബാക്കോട്ട് എന്തോ ഫാം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം തിരിച്ച് വരുമ്പം അമ്പലത്തിൽ കയറാമെന്നേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്പലം, നല്ല രസമുണ്ട്, നല്ല വൈബാണ് കേട്ടോ. അവിടെ ബാക്കോട്ട് ഒക്കെ നല്ല രസമാണ് ഇരിക്കാൻ, ഭയങ്കര ഒരു തണുപ്പൊക്കെയാണ്. കുറച്ച് സമയം അവിടെ നിന്ന് ഞങ്ങൾ നോക്കി. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ ഞങ്ങൾ മുമ്പ് വരുന്നേരം ഇത്രയും മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മരങ്ങളൊക്കെ അന്നേരം കുഴിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ വളർന്നു വലുതായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കാനും ഓടാനും ഒക്കെ ഉള്ളവരൊക്കെ വരും. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഉണ്ടാവും. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കളിക്കാനൊക്കെ വരുന്നവരുണ്ടാവും. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാവും. പിന്നെ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നിറയെ പ്രാവ് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടാവും. ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 6:30 ആയതുകൊണ്ട് തന്നെ അത്ര അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയം നിന്ന് ഈ ഒരു ബോൾ കൊണ്ട് കളിച്ച് ബോൾ എറിഞ്ഞെറിഞ്ഞ് അവസാനം ബോൾ അപ്പുറമുള്ളൊരു കനാലിൽ വീണു കേട്ടോ. കനാലെന്ന് പറയാനൊന്നുമില്ല, എന്ത് വെള്ളമാണെന്നൊന്നും അറിയില്ല, അത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള വെള്ളമായിരുന്നേ. ഏട്ടൻ മുകളിലോട്ട് എറിഞ്ഞപ്പം കൈയൊന്നിങ്ങ് വളഞ്ഞു പോയപ്പം ബോൾ നേരെ പോയത് ആ ഒരു കനാലിൻ്റെ അകത്തേക്കാണ്. അപ്പം കനാലിൻ്റെ അകത്തേക്ക് വീണപ്പം ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മുകളിൽ പൊന്തി കിടക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് അതെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ അങ്ങനെയൊക്കെയോ ആ വടി കൊണ്ടൊക്കെ കുത്തി പിടിച്ചതെടുത്ത്. അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്കാട്ടോ ബോൾ വീണിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ മീൻ വാങ്ങാൻ പോകുമ്പം ഉള്ള ആ റോഡാണ് കേട്ടോ. മീൻ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ റോഡ്. എൻ്റെ അങ്ങേ സൈഡിൽ ഈ ഒരു റോഡാണ്. അപ്പം ബോൾ ഇതാ ആ ഒരു വെള്ളത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. എന്ത് വെള്ളമൊന്നും അറിയില്ല.
അത്യാവശ്യം നല്ല ആഴമുണ്ട്. കല്ലൊക്കെ അങ്ങനെ ഇട്ട് നോക്കിയപ്പം ഏട്ടന് ഇറങ്ങാൻ അങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇറങ്ങിയ പിന്നെ എത്ര വെള്ളത്തിൽ കുളിച്ചാലും വൃത്തിയാവില്ല. അത്രയ്ക്ക് അഴുക്കുള്ള വെള്ളം, ഒരു സ്മെല്ലൊക്കെ ഉള്ളൊരു വെള്ളമാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഈ ഒരു ബോൾ എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ വടിയൊക്കെ വെച്ച് അത് അങ്ങോട്ടേക്ക് കാറ്റടിക്കുന്നതിനനുസരിച്ച് ആ ബോൾ നീങ്ങി പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ മുന്നിലൊരു വടിയൊക്കെ വെച്ച് തടസ്സമൊക്കെ ഉണ്ടാക്കിയിട്ട് മെല്ലെ ആ വടി അങ്ങനെ തടസ്സം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വടി തട്ടി വടി വലിച്ചെടുത്തിട്ട് ബോളെടുത്തു കേട്ടോ. ബോളെടുത്തപ്പോൾ ഞാനില്ലേ നച്ചുവിന് ടൗണിലേക്ക് ഇറങ്ങി അന്നപ്പം വെള്ളം കുടിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൾ തുടങ്ങും, അമ്മ വെള്ളം വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പോകുമ്പം ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടേ വരിക. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് വന്നതിനെ കൊണ്ട് ബോൾ കഴുകാനായി. അല്ലെങ്കിൽ ആ ബോൾ കൈകൊണ്ട് തൊടാൻ കൂടെ പറ്റില്ല, അത്രയ്ക്ക് അഴുക്ക് പിടിച്ച വെള്ളമായിരുന്നേ. ഞാൻ ഏട്ടനോട് പറഞ്ഞ് വിട്ടേച്ച് നമുക്കത് വേണ്ട, പക്ഷേങ്കിൽ ഏട്ടൻ അതെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ആ ബോളെടുത്ത് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കൊണ്ട് കഴുകി. അപ്പോഴത്തേക്ക് തന്നെ നേരെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടോട്ടോ. അപ്പോഴത്തേക്കിനും അവിടെയുള്ള ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് വരാതായി. പിന്നെ ഇരുടായി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അയ്യൂർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു അമ്പലത്തിലേക്ക്. അപ്പോൾ ഏട്ടനില്ലേ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എടുത്തതിനെ കൊണ്ട് ഇങ്ങനെയാണ് വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടൻ കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് നിന്ന് ഞാനും നച്ചും കൂടെ അകത്തേക്ക് പോയി കേട്ടോ. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ ആളെ വീടും അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ നമ്മുടെ സപ്പോർട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടയും അതേപോലെ പഴവും. അപ്പോൾ അവർ പ്രസാദമായിട്ട് അതാ തന്നത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എന്താ ഈ അമ്പലത്തിലേക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാത്തതിനെ കൊണ്ട് ഞങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒന്നും കൂടെ പോകണം. ഇവിടെ തേങ്ങയൊക്കെ കൊടുക്കും തോന്നുന്നു. അപ്പം തേങ്ങ വാങ്ങിച്ച് കൊടുക്കണം. തേങ്ങയും ചന്ദനത്തിരിയാണ് ഇവിടെ കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കണം. ഇവിടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഷെഡിൻ്റെ അകത്ത് മൊത്തം പശുക്കളും അതേപോലെ കുതിരയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇരുടായിട്ടാണ് അത്ര വലിയ ഭംഗി മനസ്സിലാവാത്തത്, പക്ഷേ എങ്കിൽ വെളിച്ചുള്ള സമയത്ത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒന്ന് വല്ലമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഉള്ളവർ മാക്സിയൊക്കെ ഇട്ട് വന്നിട്ട് കേട്ടോ അമ്പലത്തിൽ തൊഴുകയൊക്കെ ചെയ്യാം. അപ്പോൾ 2-3 പേര് മാക്സിയൊക്കെ ഇട്ട് വന്നിട്ട് തൊഴുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഏട്ടനും കൂടെ കൊടുത്തു കേട്ടോ അവർ തന്നിട്ടുള്ള പ്രസാദം. പിന്നെ ഞങ്ങൾ അതിൻ്റെ ബാക്കോട്ട് പോയി. അവർ പറഞ്ഞു ഒന്ന് ബാക്കിലൊക്കെ പോയി നോക്കാം. അവർക്ക് ഭയങ്കര കേട്ടോ, അങ്ങനെ ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കരുത് അങ്ങനെയൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞു ബാക്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് പോയി നോക്ക്. ഇരുടായതിനെ കൊണ്ട് അധികം അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല. അത് വലിയ എന്തോ ഫാം പോലെയാണ് കേട്ടോ. ഇനിയിപ്പം ഒരു ദിവസം പോകണം, എന്നിട്ട് അവിടെ തേങ്ങ കൊടുക്കണം. അതേപോലെ ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കണം. എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇതാ കുതിരയൊക്കെ ഉണ്ട്. ഇവിടെ കല്യാണം വരുമ്പം ഇവർ ഇങ്ങനെ കുതിരേനെ വാടകയ്ക്ക് കൊടുക്കും. കല്യാണ ചെക്കൻ കുതിരേൻ്റെ മുകളിലാണല്ലോ അപ്പം പെണ്ണിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ കുതിരയൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ നിന്ന് അങ്ങ് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ, മനസ്സിനൊക്കെ ഒരു നല്ല രസമൊക്കെ ഉള്ള പോലെ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോയിട്ടോ. പാവ് ബജി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. അപ്പം പാവ് ബജി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ വിചാരിച്ചു. നച്ചു ആണെങ്കിൽ ഈ ഒരു കുതിരേനെ കണ്ടാൽ പിന്നെ ഈ ഒരു പരിസരത്ത് നിന്ന് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല, അവൾക്ക് അതിനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവൾ പിന്നും ഞങ്ങൾ പോകാൻ ഇറങ്ങിയതായിരുന്നേ, പിന്നും അവൾ അങ്ങോട്ടേക്ക് ഏട്ടനെയും കൂടെ പിടിച്ചുകൊണ്ടേ പിന്നെ കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ പോയത് ടൗണിലേക്കാണ്. ടൗണിൽ പോയിട്ട് മലയാളി സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ചെറിയുള്ളി വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും പിന്നെ വെണ്ടയ്ക്ക വാങ്ങിക്കണമായിരുന്നു. അടുത്ത ദിവസം സാമ്പാർ വയ്ക്കണമല്ലോ. പിന്നെ ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും മാങ്ങ തന്നെയാണ്. അപ്പം 100 രൂപ 1 കിലോന്. അപ്പം 1 കിലോ മാങ്ങ വാങ്ങിച്ചു. പിന്നെ ഇവിടെ പാവ് ബജി കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഷോപ്പിൽ തന്നെ കയറി, ഹോട്ടലിൽ. അവിടുന്ന് പാവ് ബജി കഴിച്ചു. പിന്നെ ഏട്ടനൊരു തന്തൂർ റൊട്ടിയോ അങ്ങനത്തെ ഒരു സംഭവം കൂടെ കഴിച്ചു കേട്ടോ. ശരിക്കും എനിക്ക് പേരറിയില്ല. അപ്പം അതും കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അവർക്ക് ഇങ്ങനെ ഹോട്ടലൊക്കെ വന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടുന്ന് നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് എന്ത് ഫുഡ് കഴിച്ചാലും ചെറുനാരങ്ങ ചൂടുവെള്ളത്തിലിട്ടിട്ട് കൈ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുത്തരും കേട്ടോ, കൈ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ കഴുകി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.